എല്ലാവർക്കും എക്സ്പ്ലാവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ പറയാൻ പോകുന്ന ഡീമൺ സ്ലേയറിന്റെ ചാപ്റ്റർ 180 ആണ്. അതായത് പാർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ പാർട്ട് 41 ആണ്. ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. വീഡിയോ ലേറ്റ് ആകുന്നതിന്റെ കാരണം ഒഴിവാക്കാൻ പറ്റാത്ത കുറെ തിരക്കുകളുടെ ഇടയിൽ കുടുങ്ങിയോണ്ടാണ്. അതിനെല്ലാവരോടും ഞാൻ സോറി ചോദിക്കുന്നു. അപ്പൊ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഗിയോന്റെയും ടാൻജിറോന്റെ ഫ്രണ്ടിലേക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാക്ക പ്രത്യക്ഷപ്പെടുന്ന കാണാം. കൂട്ടത്തില് രണ്ടുപേരോടെ മരിച്ചു എന്നറിഞ്ഞുടനെ ടാൻജിറോടെ പൊട്ടിക്കരയുന്ന കാണാം. എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഫുൾ സ്പീഡ് തന്റെ അവസാന നിമിഷം വരെ പോരാടുകയാണെന്നും അതുകൊണ്ട് ഞാനും ഇനി പിന്നിലേക്കായില്ലെന്നും പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ടാൻജിറോ തന്റെ മുന്നിലേക്ക് ചുവടുകൾ വെക്കുകയാണ്. അതുപോലെ തന്നെ രംഗോക്കുവിന്റെ അനിയൻ കൊടുത്ത ലെറ്റർ നമ്മുടെ ടാൻജിറോയ്ക്ക് ഇപ്പോഴാണ് ലഭിക്കുന്നത്. അക്കാസായിട്ടുള്ള ഫൈറ്റിനിടയിൽ അത് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോഴാണ് പുള്ളിക്കാരൻ നേരെ ഒന്ന് ഫ്രീ ആയത്. അത് വായിച്ചുടനെ ടാൻജിറോയ്ക്ക് മനസ്സിലായി അവൻ യൂസ് ചെയ്യുന്ന സൺബ്രീത്തിന് 13 ഫോമുകൾ ഉണ്ടെന്നും അവൻ അതിലെ 12 അറിയത്തുള്ളെന്നും. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്ത് വന്നാലും എല്ലാവരുടെയും നല്ലതിനു വേണ്ടി മൂസാനെ കൊന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് ടാൻജിറോ വീണ്ടും ഗിയുവിനോടൊപ്പം തന്റെ ഓട്ടം തുടർന്നു. തൊട്ടടുത്ത സീനിൽ നമുക്ക് കിരിയ ഉപേക്ഷിക്കെ കാണാം. തമായോന് അധിക നേരം ഒന്നും പിടിച്ചിരിക്കാൻ പറ്റില്ലെന്നും മൂസാൻ ഇനി വേഗം തന്നെ റിക്കവർ ആകുമെന്നും അവൻ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ ഞെട്ടുന്ന കാണാം. അതിന്റെ കാരണം വേറൊന്നുമില്ല, ബാക്കിയുള്ള ഡീമൺ ഹണ്ടേഴ്സിൽ കുറച്ചുപേര് നേരെ മൂസാന് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ എങ്ങനെയും തടയണമെന്ന് അവൻ അവിടെ അലച്ചുകൊണ്ട് പറയുന്നത് കാണാം. മൂസാനെ കാണാൻ പെട്ടെന്ന് റിക്കവർ ആയാൽ അവന്റെ മുന്നിൽ ഇവരെ കിട്ടിയാൽ അവർ ആയിരത്തി തീരുമാനമെന്ന് കിരിയക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് സമയം ഒത്തിരി വൈകിയിരുന്നു. ഡീമൺ ഹണ്ടേഴ്സിൽ കുറച്ചുപേര് നേരത്തെ തന്നെ മൂസാനെ കണ്ടുപിടിച്ചിരുന്നു. മൂസാൻ ഇരിക്കുന്ന സ്ഥലം മുറിക്കാൻ അവരുടെ വാളെത്തുന്നില്ലെന്നും ആർക്കെങ്കിലും ഒന്ന് ചാടി മുറിച്ചൂടെന്നൊക്കെ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അവസാനം ഇവര് ഭിത്തിയിലേക്ക് പല സൈഡിലേക്ക് ചിതറി നിൽക്കുന്ന അതെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന ഭാഗം കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പെട്ടെന്ന് അവിടുത്തെ കാക്കയുടെ കയ്യിൽ നിന്ന് ഇവർക്ക് ഓർഡേഴ്സ് ലഭിച്ചെങ്കിലും അതെല്ലാം വെറുതെ ആയിപ്പോയി. അപ്പോഴേക്ക് മൂസാൻ അവൻ നിന്നിരുന്ന സ്ഥലം പൊളിച്ച് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. പുറത്തു വന്ന മൂസാൻ ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡീമൺ ഹണ്ടറിനെ രണ്ടായി മുറിച്ചു. തൊട്ടടുത്ത പാനലിൽ കാണാം, ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അവിടെ ഉണ്ടായിരുന്ന 10-20 ഡീമൺ ഹണ്ടേഴ്സിനെ മൂസാൻ ഒറ്റ സ്ട്രെച്ചിൽ കട്ട് ചെയ്ത് കളയുന്നത്. ഒരു ദയയും ദാക്ഷിണ്യം കൂടാതാണ് മൂസാൻ വളരെ ബ്രൂട്ടലായിട്ട് അവരെ കൊല്ലുന്നത്. പില്ലേഴ്സ് വരുന്നവരെ ഒന്നും ചെയ്യരുതെന്നും നിങ്ങൾ വെറുതെ മൂസാൻ ഒരു ഫുഡായി പോകത്തേ ഉള്ളെന്നും ആർക്കെങ്കിലും എന്നെ കേൾക്കാവോന്നൊക്കെ നമ്മുടെ കിരി അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനെതിരായി ഇപ്പുറത്തു നിന്ന് മറുപടി പറഞ്ഞത് നമ്മുടെ മൂസാനായിരുന്നു. അവൻ അവരോട് പറയുന്നുണ്ട് അവരെല്ലാം മരിച്ചുപോയെന്ന്. ഒട്ടും വൈകാതെ തന്നെ അവൻ കാസുകേക്ക് റോയിനെയും രണ്ടായി മുറിച്ചു കളഞ്ഞു. 1000ഓളം വർഷങ്ങൾ ജീവിച്ചിരുന്നപ്പോഴേക്ക് രുചിയായിട്ടുള്ള ഭക്ഷണത്തിനോടുള്ള ഫീലിങ്സ് എല്ലാം നഷ്ടപ്പെട്ടിരുന്നുവെന്നും പക്ഷെ ഇപ്പോൾ ഞാൻ എന്ത് കഴിച്ചാലും ഒടുക്കത്തെ ടേസ്റ്റ് ആണെന്ന് മൂസാൻ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്. അവന് റിക്കവർ ആകാൻ ആവശ്യമുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ കൊണ്ടുവന്നതിൽ ഉബയാഷിക്കയോട് നന്ദി പറയുന്ന മൂസാന്റെ ഒരു ക്ലോസ് അപ്പ് ഷോട്ട് നമുക്ക് അവിടെ കാണാം. ദേഹമാസകലം പല്ലൊക്കെ ആയിട്ട് മൂസാൻ തന്റെ പവർ അപ്പ് ഫോമിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓർഡേഴ്സ് കൊടുത്തോണ്ടിരിക്കുന്നത് ഉബയാഷിക്കയുടെ മോനാണോ മോളാണോ എന്നറിയില്ല. പക്ഷെ അവര് സൂപ്പർ ആണെന്നും മേ ബി അവർ എന്റെ അടുക്കിലേക്ക് വരുവാണെങ്കിൽ അവരെ ഞാൻ ഡീമനാക്കി മാറ്റാമെന്ന് മൂസാൻ അവിടെ പറയുന്നുണ്ട്. അവിടെയുള്ള സെക്കൻഡ് ഗ്രൂപ്പ്സിനോട് എങ്ങനെയും അവിടെ നിന്ന് ഓടി മാറാൻ കിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മൂസാൻ തമായോനെ കയ്യിലെടുത്ത് പറയാണ്, കണ്ടിട്ട് ഡീമനെ മനുഷ്യനാക്കാനുള്ള നിന്റെ ഡ്രഗ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടും വലിയ ഫലമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന്. തമായോനോട് പറയാണ്, നിന്റെ കഥ ഇന്നത്തോടെ കഴിയും, നീ നരകത്തിലേക്ക് ഉടനെ എത്തിച്ചേരുമെന്ന്. ഏകദേശം 100 കണക്കിന് ആളുകൾ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷെ ഇതുവരെ അതൊന്നും സത്യമായിട്ടില്ലെന്നും മൂസാൻ മറുപടിയായി കൊടുത്തു. എന്റെ ഹസ്ബൻഡിനെയും കുട്ടികളെയൊക്കെ തിരിച്ചു ചാടാന്ന് തമായ മൂസാനോട് പറയുന്നുണ്ട്. എങ്കിൽ ശരി, നീ നിന്റെ ഫാമിലിയുടെ അടുത്തോട്ട് പൊക്കോന്ന് പറഞ്ഞ് മൂസ കയ്യിലിരുന്ന തമായന്റെ തല ക്രഷ് ചെയ്ത് പൊട്ടിച്ചു കളയാണ്. തൊട്ടടുത്ത പാനലിൽ കാണാം, യൂഷിറോയ്ക്ക് അത് ഏകദേശം മനസ്സിലായി. തന്റെ ദേഷ്യം അടക്കാനാകാതെ അവൻ നിലത്തിരുന്നു കൊണ്ട് തറയെല്ലാം കൂടെ മാന്തി പൊളിക്കുന്നുണ്ട്. അവന്റെ ഒരു ഡീമൺ ഫേസ് പ്രത്യക്ഷപ്പെടുന്നു നമുക്ക് അവിടെ കാണാം. തൊട്ടപ്പുറത്ത് അടുത്തേക്ക് വരുന്ന ഓരോ ഡീമൺ ഹണ്ടേഴ്സിനെയും മൂസാൻ ഒരു ദയം ദാക്ഷിണ്യം കൂടാതെ കൊന്നൊടുക്കുകയാണ്. മൂസാൻ അടുക്കിലേക്ക് എത്തരുതെന്ന് കിരിയ ഉപേക്ഷിക്ക് പറഞ്ഞെങ്കിലും അവർ ഏകദേശം മൂസാനുമായി ഒത്തിരി അടുത്തായിരുന്നു. എങ്ങനെയും അവിടുന്ന് മാറുന്ന കിരിയ അവിടെ പറയുന്ന സീൻ നമുക്ക് അവിടെ കാണാം. ഒന്നിനു പുറകെ ഒന്നായി ഡീമൺ ഹണ്ടേഴ്സ് മരിക്കുന്നത് കിരിയനെ ആകെ തളർത്തി. അടുത്ത സീനിൽ ഇന്ന് ഇത്ര മതി എന്നുള്ള മട്ടിൽ മൂസാൻ ഇത്തരം വരെ കൊന്നിട്ടൊന്ന് ശ്വാസം വിടുന്നുണ്ട്. ഒരുത്തനെ കൊണ്ടും എനിക്കൊരു ഉപകാരം ഉണ്ടായില്ലെന്ന് മൂസാൻ അവിടെ പറയുന്നുണ്ട്. നമ്മുടെ അപ്പർ മൂൺസിനെ പറ്റിയാണ് മൂസാൻ അവിടെ മെൻഷൻ ചെയ്യുന്നത്. കുഴപ്പമില്ല, ഡീമൺ ഹണ്ടേഴ്സിനെ എല്ലാം ഇന്ന് തന്നെ ഞാൻ കൃഷി ചെയ്യുന്നു മൂസാൻ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് 180ാമത്തെ ചാപ്റ്റർ എൻഡ് ആവുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ.